ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. ആരെങ്കിലും അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ ചോദിക്കുമോ അങ്ങനെ ഒരു ചോദ്യം? എങ്ങനെയാണ് അതിനുള്ള ധൈര്യം കിട്ടുന്നത്? അവിടെയാണ് ഏകോപനത്തിൻ്റെ പ്രശ്നം. ആ ഏകോപനം വേണ്ട രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാ വിവരങ്ങളും അവർ സംസാരിക്കുകയുണ്ടായി. ഇതിലുള്ള ഏറ്റവും ഗൗരവമായ പ്രശ്നം ആദ്യഘട്ടത്തിലുള്ള ഇടപെടലിലുണ്ടായ കാലതാമസമാണ്. അത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണല്ലോ. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇത്തരം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെ ഇടപെടണം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ വകുപ്പിനും സർക്കാരിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഉള്ളതാണ്. പക്ഷേ നിർഭാഗ്യകരമായൊരവസ്ഥയാണ് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ, അതാണ് ഏറ്റവും സുപ്രധാനമായ ഘട്ടം, ഉണ്ടായത്. ഏതായാലും ഇനിയിപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ് ആവശ്യം. അതിൽ സ്വീകരിക്കേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റു തരത്തിലുള്ള ന്യായീകരണത്തിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. ഈ കുടുംബത്തിൻ്റെ പ്രധാന വിഷമം അവരുള്ളതെല്ലാം വിറ്റാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത്. വള്ളം തയ്യാറാക്കുന്നതിന് വേണ്ടി ഉള്ളതെല്ലാം വിറ്റിരിക്കുന്നു. അത് നഷ്ടപ്പെട്ടതോടുകൂടി അവരുടെ പ്രതീക്ഷയ്ക്ക് തന്നെ വലിയ തോതിലുള്ള മങ്ങലേറ്റിട്ടുണ്ട്. അതീവ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായതെങ്കിലും ഒരു ആളെക്കുറിച്ചുള്ള വിവരം ഇത്രയും ദിവസങ്ങളായിട്ടും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. അങ്ങനെയെല്ലാമുള്ളൊരു സാഹചര്യത്തിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇവരുടെ തുറന്നുള്ള സംരക്ഷണമാണ്. അതിൽ അവർ പറയുന്ന കാര്യം പ്രായോഗികമായി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതായത് ഇളയ മകൻ നേടിയിട്ടുള്ള യോഗ്യതക്കനുസരിച്ച് ഒരു തൊഴിൽ അവരഭിപ്രായപ്പെടുന്നുണ്ട് KMM ലഭിക്കണമെന്നുള്ളത്. അത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഭാവിയിലുള്ള കുടുംബത്തിന് സംരക്ഷണത്തിന് അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം വലിയ ദുരന്തമാണല്ലോ ഈ കുടുംബത്തിന് താങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളുണ്ട്. നേരത്തെയുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ നല്ല രീതിയിൽ തീർക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുണ്ടായത്. പക്ഷെ അതിലാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചത്. ഇനി ആ പ്രതീക്ഷക്കനുസരിച്ച് നീങ്ങാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ സഹായിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. ആ ബാധ്യത തീർക്കുന്നതിനുള്ള സഹായം സർക്കാർ നൽകുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം ഇപ്പോൾ ഫലത്തിൽ തുറന്നുള്ള താമസത്തിന് വീടില്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് താമസിക്കുന്നതിനുള്ള വീട് സർക്കാർ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ എങ്കിലും പെട്ടെന്ന് തന്നെ സർക്കാർ തീരുമാനിക്കേണ്ടതുണ്ട്. സർക്കാരിനെ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ
അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളും ശ്രമിക്കുന്നതാണ്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. അല്ല, ഞാനതിനെപ്പറ്റി പറഞ്ഞല്ലോ ആദ്യം. എനിക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടതുണ്ടോ? പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം ഇരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഒരു ഉണർന്ന ഡ്രോണൊക്കെ വെച്ചുള്ള പരിശോധന ഉൾപ്പെടെ ഉണ്ടായത്. അല്ല, നമ്മൾ കാണേണ്ടത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് വീഴ്ചകൾ ആദ്യഘട്ടത്തിൽ സംഭവിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സന്ദർഭത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് വേറെ ന്യായീകരണമൊന്നുമില്ല. കാരണം ഇവിടെ ഇത്തരം ഘട്ടങ്ങൾ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ വളരെ ഫലപ്രദമായി ഇടപെട്ട് പരിചയമുള്ള അനുഭവമുള്ള വകുപ്പും ഉദ്യോഗസ്ഥരുമാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രസ്താവന രാജീവ് ചന്ദ്രശേഖർ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഗവൺമെൻറ് ഒരു മന്ത്രി അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ സഹായം വേണം എന്ന് പറഞ്ഞു. താൻ ഇടപെട്ടു, അങ്ങനെ സഹായങ്ങൾ ഉറപ്പുവരുത്തിയെന്നാണ്. എന്തൊരു ബോഷ്കാണെന്ന് നോക്കണം. ഇവിടെ ഏതെല്ലാം ദുരന്തങ്ങൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ആ ദുരന്തങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഫലപ്രദമായി സഹായിച്ചിട്ടില്ലേ? ആ സഹായങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ? സംസ്ഥാന ഗവൺമെൻറ്റിന് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയുമല്ലോ. കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുമല്ലോ. നമ്മളെ ഏജൻസികൾ, സംസ്ഥാന ഏജൻസികൾ എത്രമാത്രം താല്പര്യത്തോടെ ഇടപെടുന്നോ അതിലൊട്ടും കുറയാതെ, ചിലതിൽ അതിൽ കൂടുതൽ താല്പര്യത്തോടെ ഇടപെട്ട അനുഭവമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായി അവർക്കെല്ലാം ആ ഘട്ടത്തിൽ അതിന് ശേഷം നമ്മൾ അനുമോദനവും നൽകിയതാണ്. അങ്ങനെയുള്ളൊരു അനുഭവം കൊണ്ടൊരു സംസ്ഥാനത്ത് പറയുകയാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പിന്നീട് സഹായത്തിന് തയ്യാറായത്. എന്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ല? ഗവൺമെൻറ് ബന്ധപ്പെട്ടാൽ ആവശ്യമായ കേന്ദ്ര ഏജൻസികളെല്ലാം ഇടപെടുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഘട്ടം അതിനൊന്നും ഉപയോഗിക്കേണ്ട സമയമല്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാതിരിക്കുന്നത്. അതിൻ്റെ ഘട്ടമല്ല ഇത്. ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ ഫലമായി ദുരിതമനുഭവിക്കുന്ന കുടുംബത്തെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള നടപടികൾ ഗവൺമെൻറ് എടുക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നീടും പറയാം. പ്രത്യേക പരിശീലനം ലഭിച്ച മത്സ്യത്തൊഴിലാളികളെ പോലും തെരച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം അന്ന് സിഎമായിരിക്കും 200 പേരെ മക്കളെ നമ്മൾ ട്രെയിൻ ചെയ്ത് പ്രത്യേകമായ പരിശീലനം കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗമാക്കിയതാണ്. നല്ല നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായതുമാണ്. അത്തരം കാര്യങ്ങൾ കടലിൽ മാത്രമല്ല ഫോറസ്റ്റിലും സ്വീകരിച്ചതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാൻ തയ്യാറാവണ്ടേ? അതല്ലേ പ്രധാനം. ആ കാര്യങ്ങൾ നമുക്ക് പിന്നീടും ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇതാണ് പ്രധാനം. കുടുംബത്തിന്റെ സംരക്ഷണമാണ്. അതിനാവശ്യമായ നിലനിൽ സ്വീകരിക്കുക. മോശമായി പെരുമാറിയ ഉദ്യോഗസ്ഥ വീടിനടുത്തേക്ക് അപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്നിട്ട് നടപടി എന്നാണ് പറയുന്നത്. ഫിഷറീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ചർച്ച നടത്തിയ സമയത്ത് നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ല എന്നൊരു ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു. നീണ്ടകരയിലെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അവരെ പിന്നീട് കൊല്ലത്തേക്ക് മാറ്റി. പക്ഷെ അത് അവരുടെ വീടിന്റെ അടുത്താണ്. നടപടി എന്നാണ് അതിനെ പറയുകയും ചെയ്തത്. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. ആരെങ്കിലും അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ചോദിക്കുമോ അങ്ങനെ ഒരു ചോദ്യം? എങ്ങനെയാണ് അതിനുള്ള ധൈര്യം കിട്ടുന്നത്? അവിടെയാണ് ഏകോപനത്തിൻ്റെ പ്രശ്നം. ആ ഏകോപനം വേണ്ട രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത.